പ്രവാസികൾക്ക് മുത്തപ്പ ദർശനത്തിന്റെ പുണ്യം പകർന്ന മുത്തപ്പൻ തിരുവപ്പന മഹോത്സവം. അജ്മാനിലെ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ 2 ദിവസങ്ങളിലായി നടന്ന ആഘോഷത്തിൽ 10,000-ലധികം പേരാണ് പങ്കെടുത്തത്. കണ്ണൂരിൽ നിന്നുള്ള തെയ്യ കലാകാരന്മാരടക്കമുള്ളവർ ആഘോഷത്തിനായി അജ്മാനിലെത്തി. പുരുളിമലയിൽ നിന്നും മുത്തപ്പനെ മലയിറക്കുന്നതോടുകൂടിയാണ് 2 ദിവസത്തെ ചടങ്ങുകൾ ആരംഭിച്ചത്. ആദ്യ ദിവസം മലയിറക്കവും അതിനുശേഷമുള്ള മറ്റ് കൃത്യമായിട്ടുള്ള ഓരോ ചടങ്ങുകളും അത് നാട്ടിലേതുപോലെ തന്നെയാണ് നടന്നത്. പറശ്ശിനിക്കടവിലേതിന് സമാനമായിട്ട് തന്നെയാണ് നടന്നത്. 2ാം ദിവസം ഗണപതി ഹോമത്തോടുകൂടി ചടങ്ങുകൾ ആരംഭിച്ചു. ആദ്യ ദിവസം 2000-ഓളം പേരെയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ പോലും അതിലധികം സന്ദർശകർ വിശ്വാസികൾ ഇവിടെ എത്തുകയുണ്ടായി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ആളുകൾ ഇവിടെ വന്നു, മുത്തപ്പനെ കണ്ടു, സങ്കടങ്ങൾ പറഞ്ഞു, മുത്തപ്പൻ അവരുടെ സങ്കടങ്ങൾ കേട്ടു, അനുഗ്രഹിച്ചു. അതിന്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഒക്കെ എല്ലാവരുടെ മുഖത്തും കാണാമായിരുന്നു. ആയിരക്കണക്കിന് ഭക്തന്മാരാണ് ഇന്ന് ഈ തിരുവപ്പന മഹോത്സവത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് മടപ്പുരയിൽ 16 വർഷത്തിന് ശേഷം നമ്മൾ പറശ്ശിനിക്കടവിലും മറ്റ് മുത്തപ്പൻ മടപ്പുരകളിലും കാണുന്ന തരത്തിലുള്ള ഒരു മുത്തപ്പൻ്റെ 2 തിരുരൂപങ്ങൾ നാട്ടിൽ നിന്ന് നമുക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. നാട്ടിൽ നിന്നും 10 കലാകാരന്മാരെയാണ് കൊണ്ടുവന്നത്. അത് സദ്യ ഒരുക്കാനും അതോടൊപ്പം തന്നെ മുത്തപ്പനും തിരുവപ്പനുമായിട്ടുമെല്ലാം നാട്ടിലെ അതേ ചടങ്ങുകൾ, അത് ഒരു വിധത്തിലുള്ള ഫോട്ടോവും തട്ടാതെ അതുപോലെ അമ്പലമൊക്കെ കെട്ടിയുണ്ടാക്കിയിട്ടാണ് ചടങ്ങുകൾ അജ്മാൻ ഇന്ത്യൻ അസോസിയേഷൻ ഹാളിൽ നടക്കുന്നത്. UAE അയ്യപ്പ സേവാ സമിതി 16ാമത്തെ വർഷത്തിലാണ് ഇതേപോലുള്ള ആഘോഷം സംഘടിപ്പിക്കുന്നത്. നാട്ടിൽ പോയി മുത്തപ്പനെ കാണാനും അനുഗ്രഹം വാങ്ങാനും കഴിയാത്ത ആളുകൾക്ക് അതിനുള്ള അവസരം ഒരുക്കുകയാണ് അയ്യപ്പ സേവാ സമിതി. അതിനുള്ള സന്തോഷം ഇവിടെ വരുന്ന ഓരോ ആളുകൾക്കുമുണ്ട്. മുത്തപ്പനെ മല കയറ്റുന്നതോടുകൂടിയാണ് ഈ ചടങ്ങുകൾ സമാപിക്കുന്നത്. പിന്നീട് അടുത്ത വർഷത്തെ മുത്തപ്പൻ തിരുവപ്പന മഹോത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. അജ്മാനിൽ നിന്നും മുഷ്യൻകൊടിയിലൊപ്പം സുരേഷ് വെളിമുറ്റം, മാതൃഭൂമി.